നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങടാ പോണേന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് ടൂ വീലറിൽ ഇതുപോലെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെയിലായിരുന്നു എന്നത് ഒഴിക്കുവാണെങ്കിൽ ടൂ വീലറിലെ യാത്ര ഭയങ്കര രസമാണ്. നിങ്ങളിവിടെ പോകുമ്പോൾ ഒരു ഈവനിങ് ഒക്കെയാണ് പോണേന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലം ആയിക്കോട്ടെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്ത് രസമുള്ള സ്ഥലങ്ങളാണല്ലേ നമുക്ക് ചുറ്റും. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പോകാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടൂ വീലറിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വരാപ്പുഴയിലുള്ള ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജിലെ PQ എക്സോട്ടിക് ബേർഡ് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ കുറേ ബേർഡ്സുള്ള ഒരു കൂട്ടിലോട്ട് നമ്മളെ കടത്തി വിടുകയാണ്. നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും, അവരെ ടച്ച് ചെയ്യാൻ പറ്റും, അവരിതുപോലെ നമ്മുടെ തോളത്തും തലയിലൊക്കെ വന്നിരിക്കും. നിങ്ങൾക്ക് ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ വളരെ രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നേരെ മറിച്ച് എന്നെ നെച്ചുകൂട്ടനെ പോലെ പേടിയാണെങ്കിൽ ഇത് നമുക്ക് വേണ്ട രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ധനീഷ് ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, കാരണം ധനീഷിന് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കിടക്കുമ്പോൾ ഇവർ നമുക്ക് പ്ലേറ്റിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഇട്ട് തരും. അപ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഈ ബേർഡ്സ് വന്നിരുന്നിട്ട് ആ ഫുഡ് കഴിക്കും. അപ്പോൾ അവർ നമ്മുടെ കയ്യിലും തലയിലും ഒക്കെ വന്നിരിക്കും കേട്ടോ. ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവരെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഈ മഞ്ഞക്കുട്ടന്മാരും അതുപോലെ തന്നെ റെഡ് കളറിൽ ഇവരൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നിറച്ചും ബേർഡ്സാണ്. നമ്മൾ ശരിക്കും കിളിക്കൂട്ടിക്കൂടെയാണ് ഇങ്ങനെ നടന്നു പോണത്. അപ്പോൾ ഇവരിതുപോലെയൊക്കെ വന്നിരിക്കും. ഇവരെ നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. ഇവരിങ്ങനെ നമ്മുടെ കയ്യിലും മേത്തൊക്കെ വന്നിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഇവരെ നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നെച്ചുകൊണ്ട് നല്ല പേടിയായതുകൊണ്ട് തന്നെ നെച്ച് ഇങ്ങനെ പേടിച്ചാണ് നിന്നത് കേട്ടോ. എനിക്കും ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു പ്ലേറ്റൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ച് ബേർഡ്സിനെയൊക്കെ എടുത്തൊന്ന് ഫീഡ് ചെയ്തായിരുന്നു. പക്ഷേ ഇവരിങ്ങനെ നമ്മുടെ മേത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. എൻ്റെ ഈ വീഡിയോ അപ്പം കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അത്ഭുതപ്പെടും കേട്ടോ. കാരണം വർഷങ്ങളായിട്ട് വീട്ടിലെ ലവ് ബേർഡ്സിനെയൊക്കെ വളർത്തുന്ന ആളാണ് എൻ്റെ അപ്പൻ. പക്ഷേ ഇന്ന് വരെയും ഞാൻ അതിൽ ഒരെണ്ണത്തിനെ പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ വീഡിയോ എൻ്റെ അപ്പം കാണുകയാണെങ്കിൽ അത്ഭുതപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക്. പക്ഷേ എനിക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേണ്ട രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, മക്കാവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേ പാരറ്റ് ഉണ്ട്. ഇവരൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. അവിടുത്തെ ചേച്ചിമാർ അവരെ മക്കളെ പോലെയാണ് നോക്കണേ കേട്ടോ. നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇത് ഇവനെ കാണാൻ നല്ല രസമില്ല. ഇവന് പൊച്ചെടുക്കും കേട്ടോ. ഇതാണ് അവരുടെ കൂട്. ഭയങ്കര രസമുള്ള നല്ല വ്യൂ ആണ്. വളരെ കുറച്ച് ഏരിയയേ ഉള്ളൂ. ഇതൊരു 4 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇവനാണ് മർമോസെറ്റ് മങ്കി കേട്ടോ. ഇവനൊരു കുഞ്ഞനാണ്. ഇവനാള് ഇത്രയേ ഉള്ളൂ സൈസ്. അതുപോലെ തന്നെ ഇവിടെ പൈത്തൺസ് ഉണ്ട്, ഇഗ്വാനയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മുഖക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ടല്ലേ. ധനീഷ് ഇവരെല്ലാത്തിനെയും കയ്യിലെടുത്തായിരുന്നു. ഇവരെ ഈ ഒരു 4th സെക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവരെ കയ്യിലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല കുഞ്ഞനാട്ടോ. ഇവൻ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവർ കറക്റ്റായിട്ടുള്ള വാക്സിനേഷനും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എല്ലാം കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവരെ കയ്യിലേക്ക് എടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയായിരുന്നു, അല്ലാതെ കയ്യിലോട്ട് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല. നെച്ചുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നെച്ച് കൈ വലിച്ച് കളഞ്ഞു കേട്ടോ. കാരണം നെച്ചുവിന് ഭയങ്കര പേടിയാണ്. ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മളിവരെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു പേടിയുള്ളൊരു പരിപാടിയായിരിക്കും. നമ്മുടെ പൈത്തൻകുട്ടന്മാരാട്ടോ. ധനീഷ് ഇതിനെ നന്നായിട്ട് കയ്യിലൊക്കെ എടുക്കുന്നുണ്ടായി. മേത്തുക്കോടൊക്കെ ഇങ്ങനെ എഴയണുണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പക്ഷേ അടിപൊളിയാണ്. നമ്മൾ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പോകാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ്. 200 റുപ്പീസാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. ഇത് ഇഗ്വാനക്കുട്ടനാട്ടോ. ഇവനെ കണ്ടാൽ പറയുമോ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇവനൊരു വെജിറ്റേറിയൻ ആണ്. ഞാനിങ്ങനെ ജസ്റ്റ് തൊട്ടൊക്കെ നോക്കിയായിരുന്നു. കയ്യിലെടുക്കാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായില്ല കേട്ടോ. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഏരിയ, ഒരു പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ഏരിയ പോലെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈവനിങ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ പോവുക. നമ്മുടെ വരാപ്പുഴയിലാണ് ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജിനകത്ത് PQ എക്സോട്ടിക് ബേർഡ് പാർക്ക്. ഇവിടുത്തെ ടൈമിങ് 9:30 to 6:30 ആണ്. അപ്പോൾ ഇവിടെ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി എൻജോയ് ചെയ്യുക. നല്ല രസമുള്ള സ്ഥലമാണ്. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാം.